പ്രിയപ്പെട്ട ജനം ടി വി പ്രേക്ഷകർക്കും പൊങ്കാല ദിനാശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും പൊങ്കാല ദിന ആശംസകൾ. ഞങ്ങളിപ്പോൾ ആറ്റുകാൽ നഗരിയിലാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഏറ്റവും പുണ്യമായ ദിനമായി സ്ത്രീകൾ കരുതുന്ന ദിവസമാണ്. കാരണം സ്ത്രീകളുടെ ശബരിമല കഴിഞ്ഞു. അനന്തപുരി ഇനിയൊരു യാഗശാലയായി മാറാൻ അധിക സമയം വേണ്ട, മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പ് രോഹിണി അല്ലെ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വീണ്ടും ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവം എത്തിയിരിക്കുന്നത്. സ്ത്രീകൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ ഉത്സവം, അതിനൊപ്പം കണ്ണകി ദേവിയോടുള്ള അവരുടെ ആത്മബന്ധം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത് മാത്രമല്ല വേണം, നമ്മൾ കാണുന്നുണ്ട് അതിരാവിലെ മുതൽ തന്നെ ദേവിയെ ഒന്ന് കണ്ട് തൊഴുത് പൊങ്കാല അർപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇനി ഇങ്ങനെയല്ല, പൊങ്കാല അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിന്റെ ഒരു വലിയ തിരക്ക് തന്നെ നമുക്ക് അനുഭവപ്പെടും. എന്തായാലും രാവിലെ തന്നെ ക്ഷേത്ര പരിസരമെല്ലാം സജീവം. നമ്മൾ ചോദിക്കുമ്പോൾ പലരും പാലക്കാട് നിന്നൊക്കെ വന്ന ആളുകൾ വരെ ഉണ്ട്. പാലക്കാട്, വടകര, തലശ്ശേരി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന സ്ത്രീകൾ വരെ ക്യൂവിൽ വെളുപ്പിനെ തന്നെ നട തുറക്കുന്നതിന് മുമ്പേ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. അപ്പോൾ ഒന്ന് ദേവിയെ കണ്ട് തൊഴുതതിന് ശേഷം പൊങ്കാല അർപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മളിത് ഒരു ഔപചാരികതകളും ഇല്ലാതെ നേരെ അങ്ങ് ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്, വിവരങ്ങളിലേക്കൊക്കെ പോവുകയാണ്. കാരണം ഇവിടെ ഔപചാരികതകളില്ല, എല്ലായിടത്തും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. എന്തായാലും ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം ടി വി സന്നദ്ധമായി കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, വളരെ വിപുലമായ സംവിധാനങ്ങൾ, വലിയൊരു ടീം തന്നെയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവരും പിന്നണിയിൽ നിന്നവരും എല്ലാവരും ഉണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ പ്രതിനിധികളിലേക്ക് പോയാൽ, കാരണം തത്സമയ വിവരങ്ങൾ കാണാൻ നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. നമുക്ക് ശാലിനി ചേരുന്നുണ്ട്. എന്തായാലും നമുക്ക് ശാലിനിയിലേക്ക് തന്നെ പോകാം. ശാലിനി, ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ശാലിനി ഉള്ളത്. അമ്മമാരുടെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊപ്പം ആവേശമൊക്കെ എങ്ങനെ അണപൊട്ടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശാലിനി. വീണ ഒപ്പം രോഹിണി രണ്ടുപേർക്കും നല്ലൊരു ദിവസം പൊങ്കാല ദിനാശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ ടീം ജനം ഇവിടുന്ന് ക്ഷേത്രനടയിൽ നിന്ന് തുടങ്ങുകയാണ്. ഇത്തവണത്തെ 2025 പൊങ്കാല ദിവസത്തെ റിപ്പോർട്ടിങ് നാരീശക്തി വിളിച്ചോതുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ കഴിഞ്ഞതിന് ശേഷം നട തുറക്കുന്ന ദൃശ്യങ്ങളാണ്. തൊഴുകൈകളോടെ, ഒരു പക്ഷേ പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം എത്തിക്കേണ്ടത്. തൊഴുകൈകളോടെ ഓരോ ഭക്തരും, ഓരോ അമ്മമാരും ഇവിടെ നിൽക്കുകയാണ്. കാരണം അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ്, അവരുടെ ജന്മസാഫല്യം, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹം, ഏറ്റവും പ്രിയപ്പെട്ട ദേവിക്ക് അർപ്പിക്കാനായി കാത്തു നിൽക്കുകയാണ്. നിറ കണ്ണുകളോടെ ശരണമുഖരിതമായ, മന്ത്രമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നല്ലാതെ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊരു മറ്റൊരു ശബ്ദം കേൾക്കാൻ കഴിയില്ല ഈ മണിക്കൂറിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം. ഒരുപക്ഷെ കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തിയ ഒരു ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് ഇക്കുറി എന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ 8 വർഷമായി ടീം ജനത്തോടൊപ്പം ഞാൻ ഈ ക്ഷേത്ര നടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 8 വർഷത്തിനകത്ത് വെച്ചുള്ള ഏറ്റവും വലിയ തിരക്ക്, ഏറ്റവും വലിയ അഭൂതപൂർവമായ തിരക്ക് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്ര നട തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷാൽ പൂജകൾ കഴിഞ്ഞിട്ടുള്ള ക്ഷേത്ര നട തുറക്കുന്നതിൻ്റെ തിരക്കിലും പൂജകളിലും ഒക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തം. രാവിലെ 9:45 9:45 ശുദ്ധ പുണ്യാഹം നടക്കും. എനിക്ക് പിന്നിലായി കാണുന്ന ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട തിടപ്പള്ളി, ആ തിടപ്പള്ളിക്ക് സമീപം തയ്യാറാക്കുന്ന പണ്ടാര അടുപ്പിലാണ് ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. ശുദ്ധ പുണ്യാഹത്തിന് ശേഷം ക്ഷേത്ര മേൽശാന്തി കൊണ്ടുവരുന്ന അഗ്നി ആ ഒരു പണ്ടാര അടുപ്പിലേക്ക് പകരുന്നതോടുകൂടി ഒരുപക്ഷെ അനന്തപുരി ഇത്തവണത്തെ യാഗഭൂമിയാകാൻ, യാഗശാലയാകാൻ തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ നട തുറന്നപ്പോൾ മുതലുള്ള ആ ഒരു തിരക്ക് ഈ മണിക്കൂറിലും നമുക്കിവിടെ കാണാൻ സാധിക്കും, അനുഭവപ്പെടുന്നുണ്ട്. അമ്മയുടെ ഇഷ്ട വഴിപാടുകൾ നൽകാൻ ഭക്തർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 40 കിലോമീറ്ററിലധികം വിസ്തൃതിയിൽ ഈ പൊങ്കാല വ്യാപിച്ചു കിടക്കുകയാണ്. കിള്ളിയാറിന്റെ തീരത്തേക്ക് എത്തിയ കണ്ണകി, കോപാകുലയായ കണ്ണകിയെ സമാധാനപ്പെടുത്താൻ, അവിടെ കുടിയിരുത്താൻ, അവരെ ശാന്ത സ്വരൂപിണിയാക്കി മാറ്റാൻ ആറ്റുകാലിലെ സ്ത്രീ ഭക്തർ നടത്തിയ പൊങ്കാല, ആ പൊങ്കാലയാണ് ഇന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും അതേ ആചാരപ്പെരുമയോടുകൂടി തന്നെ തുടരുന്നത്. എന്തായാലും നമുക്ക് ഈ ലൈവ് റിപ്പോർട്ടിംഗ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം ജനം സജ്ജമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. എനിക്കൊപ്പം തിരുവനന്തപുരം ബ്യൂറോയിലെ 2 ചുണക്കുട്ടികൾ കൂടി, 2 ചുണ പെൺകുട്ടികൾ കൂടി ചേരുന്നുണ്ട്. ഒന്ന് രശ്മിയാണ്, മറ്റൊന്ന് ചിന്നുവാണ്. രണ്ടുപേരെയും കൂടി നമുക്ക് ഈ ഫ്രെയിമിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. രശ്മിയുടെ എനിക്ക് തോന്നുന്നു 4ാമത്തെ 5ാമത്തെ പൊങ്കാല മഹോത്സവ റിപ്പോർട്ടിംഗ് ആണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി എനിക്കൊപ്പം ക്ഷേത്ര നടയിൽ നിന്ന് എൻ്റെ ഒരു
കോ പെയറായിട്ട് ഇവിടെ രശ്മി ഉണ്ടാകാറുമുണ്ട്. രശ്മി, ഈ വർഷത്തെ പൊങ്കാല അനുഭവം പറ. കഴിഞ്ഞ വർഷത്തെ തിരക്കാണ്, ഇത്തവണയാണോ തിരക്ക്? വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കാരണം നമ്മൾ തുടർച്ചയായിട്ട് പൊങ്കാല റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്തവണയും അഭൂതപൂർവമായ തിരക്ക് ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൈവ് കയറിയ സമയത്ത് തന്നെ പ്രത്യേക പൂജ, ദീപാരാധന ഇപ്പോൾ നടക്കുകയാണ്. ദേവിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ദേവിയെ കണ്ട് വണങ്ങിയതിന് ശേഷം പൊങ്കാല അർപ്പിക്കാം എന്നുള്ള വിചാരിച്ചാണ് ഈ ഒരു അമ്മമാർ ഇപ്പോൾ ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അഭൂതപൂർവമായ തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 9:45 ശുദ്ധ പുണ്യാഹത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. 10:15 മുഹൂർത്തം, ആ പുണ്യ മുഹൂർത്തം. കഴിഞ്ഞ വർഷം പൊങ്കാല ഇട്ടതിന് ശേഷം ആ ഒരു വർഷത്തേക്കുള്ള പുണ്യം ആദിപരാശക്തിയിൽ നിന്ന്, ആറ്റുകാലമ്മയിൽ നിന്ന് നേടിയാണ് ഓരോ ഭക്തരും ഈ മണ്ണിൽ നിന്ന് മടങ്ങുന്നത്. ഇനി 10:15 പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ആ ഒരു മുഹൂർത്തം. അതേസമയം തന്നെ ലക്ഷോപലക്ഷം മൺകളങ്ങളിലേക്ക് ആ അഗ്നി എത്തുകയും അനന്തപുരി ഒരു യാഗശാലയായി മാറുകയും ചെയ്യും. ഇത്രത്തോളം ഭക്തർ ഒത്തുകൂടുന്ന ഒരു സ്ഥലം അത് മറ്റെവിടെയും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത്ര ഒത്തൊരുമ, അതും ഓരോ വർഷം കഴിയും തോറും ഭക്തരുടെ എണ്ണം, അമ്മമാരുടെ എണ്ണം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബാരിക്കേഡും മറികടന്നായിരുന്നു ഭക്തരുടെ തിരക്ക്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണാം ദേവിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള തിരക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ബാരിക്കേഡും മറികടന്നുകൊണ്ടാണ് ആ തിരക്ക് മുന്നോട്ട് പോകുന്നത്. അത്ര കണ്ട് തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏതായാലും ആ ഒരു പുണ്യ ദിവസം അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 നാളുകളായി ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഓരോ ആളുകളും, ഓരോ ഭക്തരും ആ ഒരു കാത്തിരിപ്പിലായിരുന്നു. വ്രതനിഷ്ഠയോടുകൂടി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ഇന്ന് 10:15 പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരും. അതിനുശേഷം ക്ഷേത്ര ശ്രീകോവിനുള്ളിൽ നിന്നും, ക്ഷേത്ര തന്ത്രി ശ്രീകോവിനുള്ളിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരിക്ക് കൈമാറും. അദ്ദേഹം അത് ക്ഷേത്ര തിടപ്പള്ളിയിലും അതോടൊപ്പം തന്നെ പണ്ടാര അടുപ്പിലേക്കും അഗ്നി പകരും. അതോടുകൂടി ആ ഒരു മുഹൂർത്തം, പുണ്യമുഹൂർത്തം ആരംഭിക്കും. ഏതായാലും നമുക്കൊപ്പം ഇപ്പോൾ എന്നോടും ശാലിനിക്കുമൊപ്പം ടിൻഡു കൂടി ചേരുന്നുണ്ട്. ടിൻഡുവിന്റെ രണ്ടാമത്തെ പൊങ്കാലയാണ് എന്ന് തോന്നുന്നു അല്ലേ? എന്തൊക്കെയാണ് ടിൻഡു പൊങ്കാല വിശേഷം? തിരുത്തുണ്ട് രശ്മി, എൻ്റെ മൂന്നാമത്തെ പൊങ്കാലയാണ്. എൻ്റെ മൂന്നാമത്തെ പൊങ്കാലയാണ്. അത് ഒരു തിരുത്തുണ്ട്. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ പൊങ്കാലയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ക്ഷേത്ര നടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷം പത്മനാഭസ്വാമിയുടെ നടയിൽ നിന്നുമാണ്, അത് കിഴക്കേക്കോട്ടയുടെ നടയിൽ നിന്നുമാണ് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. ഇന്ന് ആദ്യമായിട്ടാണ് ഇത് ദേവീ സന്നിധിയിൽ നിന്നും വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതുന്നു. ഇവിടെ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സുരക്ഷാ പ്രശ്നങ്ങളാണ്. ഈ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നല്ല രീതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നും KSRTCയുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. KSRTC 2 ദിവസം മുന്നേ തന്നെ സിറ്റി സർക്കിൾ ബസ് ക്ഷേത്രത്തിലേക്ക് ഉള്ള എല്ലാ ഇടവിട്ട് അടുത്ത 10 മിനിറ്റുകൾക്കുള്ളിൽ ഇടവിട്ട് സിറ്റി സർക്കിൾ ഇലക്ട്രിക് ബസ് KSRTC ക്ഷേത്രത്തിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർക്കിംഗ് സൗകര്യം സംബന്ധിച്ച സ്വകാര്യ വാഹനങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുടെ പ്രധാന ശ്രദ്ധയ്ക്ക് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവരാണെങ്കിൽ അത് അകത്തേക്ക് കൊണ്ടുവരാനും അത് പുറത്ത് കൊണ്ടുപോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും വടക്കോട്ട് പോകുന്നതിനും അതോടൊപ്പം തന്നെ നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്നതിനും 2 പ്ലാറ്റ്ഫോമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം ഭക്തജനങ്ങൾ ഈ പൊങ്കാല നിവേദ്യമൊക്കെ കഴിഞ്ഞ് പോകാനായിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണ്. ഏതാണ്ട് 4 യൂണിറ്റുകൾ ക്ഷേത്ര സന്നിധിയിൽ തന്നെ ഇത്തരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് 12 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഈ പൊങ്കാല ആറ്റുകാല അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊങ്കാല നിവേദ്യ ചടങ്ങ്
നടയിൽ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു സന്നദ്ധ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ വൈദ്യസഹായത്തിനായാലും എമർജൻസി സഹായത്തിനായാലും ഭക്ഷണം, വെള്ളം, അതുപോലെ ഭക്തജനങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്. അത് വലിയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇന്നലെ മുതൽ തുടങ്ങിയ തിരക്കാണ്. വിവിധ ദേശങ്ങളിൽ നിന്നും ആറ്റുകാൽ അമ്മയെ കാണാനും ആറ്റുകാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ട വഴിപാടായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം തേടാനായിട്ട് അല്ലെങ്കിൽ ദേവിയെ കണ്ട് വണങ്ങി ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊങ്കാല നിവേദ്യത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു ഭക്തജന തിരക്കാണ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ വാഹനങ്ങളിലൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം ക്ഷേത്രത്തിനകത്തേക്ക് വാഹനത്തിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളും കൂടിയൊക്കെ സഹകരിച്ചാൽ മാത്രമേ ഇത് അത്രയും ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. അല്ലേ ശാലിനി? ഒരു മഹാകുംഭമേളയ്ക്ക് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ എത്തുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സംഗമം ലോകത്ത് നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ആറ്റുകാൽ അമ്മയുടെ തിരുസന്നിധിയിലാണ്, അനന്തപുരിയിലാണ്. ഒരു പക്ഷേ ആറ്റുകാൽ ക്ഷേത്രം മാത്രമല്ല, അനന്തപുരി ആകെ ആറ്റുകാൽ ക്ഷേത്രപുറ്റമായി മാറുന്ന ഒരു അപൂർവ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത പൊങ്കാല മഹോത്സവം തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളുടെ വഴിപാടാണ്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട ദിവസം ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്താൻ എയർഫോഴ്സിന്റെ വിമാനങ്ങളുണ്ടാകും. ചെറു വിമാനങ്ങളിലായിരിക്കും ആ ഒരു പുഷ്പവൃഷ്ടി നിവേദ്യ സമയത്ത് നടക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ കാഴ്ചകളൊന്നും മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. അത് അനന്തപുരിക്ക് മാത്രം ഉള്ളതാണ്, അനന്തപുരിയുടെ മാത്രം സ്വത്താണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശത്ത് നിന്നുൾപ്പെടെ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കാൻ ഓരോ വീടുകളും അവരുടെ വീടുകളായി മാറുന്ന ഒരു അന്തരീക്ഷം അത് ആറ്റുകാലിൽ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ എത്തി ഓരോ വീടുകളിലും ഓരോ മുറ്റങ്ങളും അടുപ്പുകൾ കൂട്ടി കാത്തിരുന്ന് പൊങ്കാല നിവേദ്യങ്ങൾ തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അമ്മയുടെ അടുത്തെത്തി അനുഗ്രഹം വാങ്ങി അമ്മയെ സന്ദർശിച്ച് അമ്മയുടെ ദർശനം വാങ്ങിയൊക്കെ സായുജ്യമടഞ്ഞിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം ക്ഷേത്ര നട തുറന്നപ്പോൾ തുടങ്ങിയ തിരക്ക്. ഒരു പക്ഷേ സാധാരണഗതിയിൽ പൊങ്കാലയുടെ തലേ ദിവസം ഉച്ചയ്ക്ക് മുതലാണ് ഈ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും തിരക്കോട് തിരക്കാണ്. അതുതന്നെയാണ് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്ന 45 ലക്ഷം വരുന്ന സ്ത്രീ ഭക്തജനങ്ങൾ ഇക്കുറി അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. 2 സോൺ കൺട്രോൾ റൂമുണ്ട്. വനിതാ കൺട്രോൾ റൂം പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയുടെ വനിതാ സംഘം ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അവരും അതിനൊരു സഹായ ഹസ്തമായി ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഏതൊരു സ്ത്രീക്കും പിന്നിൽ പുരുഷനുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ പൊങ്കാല മഹോത്സവം നടക്കുമ്പോൾ അവർക്ക് എല്ലാ പിന്തുണയുമായി പുരുഷന്മാരുടെ സന്നദ്ധ സംഘടനകൾ, ഒപ്പം തന്നെ അവർക്ക് കൈത്താങ്ങാകാൻ അവരെ ചേർത്ത് നിർത്താൻ ഓരോ വീട്ടിലെയും ഗൃഹനാഥന്മാരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും മുമ്പ് ദൃശ്യങ്ങളിൽ കാണുന്ന അമ്മമാരുടെ പ്രതികരണങ്ങൾ കൂടി തേടിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. കാരണം അവരൊക്കെ ഇവിടെ പൊങ്കാല ഇടുന്നവരുണ്ട്, ദൂരെ പൊങ്കാല ഇടുന്നവരുണ്ട്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പൊങ്കാല ഇടുന്നവരുണ്ട്. അവരുടെ അമ്മമാരുടെ പ്രതികരണങ്ങൾ കൂടിയാണ് ഒരു പക്ഷേ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത്. എന്തായാലും നമുക്ക് അവരോട് കൂടി ചോദിച്ചറിയാം. അമ്മ ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? അല്ല, രണ്ടാമത്തെ തീരെയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ? തൊഴാൻ നിൽക്കുന്ന പൊങ്കാല ഫ്രണ്ടിൽ തന്നെ. തിരുമുരി തന്നെ സ്ഥലം കിളിമാനൂര്. കിളിമാനൂരിൽ എത്തിയതാണ്. ചേച്ചി എവിടുന്ന പൊങ്കാല? ഞാൻ കിളിമാനൂര്. അമ്മയെ ആദ്യത്തെ പൊങ്കാലയാണ്? അല്ല, അച്ചാമ്മൂടെയൊക്കെ വന്നിട്ടുണ്ട്. ഇത്തവണ വരുമ്പോ എങ്ങനെയുണ്ട് ഈ തിരക്കൊക്കെ? ഭയങ്കര തിരക്ക്, തൊഴാനുള്ള കാത്തിരിപ്പാണ്. അമ്മ കുറെ നേരമായി കൈകൂപ്പി തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അമ്മയെ കാണാനുള്ള സന്തോഷത്തിലാണോ? അമ്മയ്ക്ക് പ്രസാദം കണ്ണു നിറയുന്നു. എന്തോ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. കണ്ണുകൾ നിറയാണ്. എന്തോ വലിയ ആഗ്രഹം സാധിക്കാൻ അമ്മയൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരെ നമുക്കിവിടെ കാണാം. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. പലരുടെയും ഇഷ്ടവരദായനിയാണ്. പലർക്കും പല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത ദേവിയാണ്. പല ആഗ്രഹങ്ങളും സാധിച്ചതിനുള്ള നന്ദി പ്രകടനമാണ് കണ്ണീരായി ഒരു പുഷ്പാഞ്ജലിയായി അമ്മയ്ക്ക് മുന്നിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം ഈ ഒരു ക്യൂവിലൊക്കെ നിൽക്കുന്ന, മണിക്കൂറുകളോളം നിന്ന് ഇവിടെ എത്തി തൊഴാനൊക്കെ നിൽക്കുന്ന അമ്മമാരെ നമുക്ക് കാണാം. ഇന്നലെ മുതൽ നമ്മളത് പ്രേക്ഷകരിലേക്ക് ഓരോ അമ്മമാരുടെയും അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. ഡൽഹിയിൽ നടക്കം ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തി സ്ഥലം പിടിച്ച് കാത്തു കിടക്കുന്ന അമ്മമാരെ
നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ മണിക്കൂറിൽ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്ര പരിസരം, ഒപ്പം അമ്മയുടെ ഇഷ്ട വഴിപാടായ നാരങ്ങവിളക്ക് അർപ്പിക്കാനായി ഇവിടെ എത്തുന്ന ഭക്തരുണ്ട്. ക്ഷേത്ര ദർശനത്തിന് മാത്രമായി എത്തുന്നവരുണ്ട്. അതിലുപരി ക്ഷേത്രത്തിൽ എത്തി പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്രം മുറ്റത്ത് തന്നെ ഇടണമെന്നുള്ള വാശിയോടെ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ വന്ന് സ്ഥലം പിടിച്ച് കണ്ണീരോടെ കണ്ണിറങ്ങി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും അവർക്ക് ഒരു കോട്ടവും വരുത്താതെ, അവർക്ക് ഒരു സംഘങ്ങളും ഉണ്ടാക്കാതെ, അവർക്കെല്ലാം വേണ്ട എല്ലാ സൗകര്യങ്ങളും അനന്തപുരിയുടെ ഓരോ ഭക്തലക്ഷങ്ങളും നൽകുകയാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ ആതിഥേയത്വം നൽകി, ഏറ്റവും വലിയ സ്വീകരണം നൽകി, അവരുടെ ദാഹമോ ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടോ ഒന്നും അറിയിക്കാതെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്ത്രീ ഭക്തജനങ്ങളെ, നമ്മുടെ ജനം ടിവിയുടെ സ്ത്രീ ഭക്തജനങ്ങളെ കൂടി ഒരിക്കൽ കൂടി നമുക്ക് അവരുടെ വിശേഷങ്ങൾ കൂടി കേൾക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ രശ്മിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ പൊങ്കാലയാണ്. അപ്പം കല്യാണം കഴിച്ചിട്ട് എല്ലാവരും പൊങ്കാല ഇടണം എന്നൊരാഗ്രഹമാണ്. പൊങ്കാല ഇടാൻ തോന്നിയില്ല? അതോ ഇവിടെ ലൈവ് ചെയ്യാനാണോ? ഇതെന്റെ രണ്ടാമത്തെ പൊങ്കാലയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളത്. അപ്പോൾ നമുക്കിവിടെ ലൈവ് ഉള്ളത് കൊണ്ട് തന്നെ പൊങ്കാല ഇടാൻ പറ്റത്തില്ല, അറിയാലോ. പക്ഷെ ഇവിടെ വന്ന് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ടിൻഡുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വെയിലത്ത് നിർത്തി പൊരിച്ചെടുത്തയാണ്. തിരുവനന്തപുരത്തെ ചൂട് നമുക്കറിയാം, ഏകദേശം 38-40 % ചൂടിലേക്കാണ് പോകുന്നത്. ആ ചൂടിനെ തന്നെ ഇത്തവണ ഷെഡിന്റെ കീഴിൽ അല്ലെങ്കിൽ നടപ്പന്തലിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു ടിൻഡു? സുഖമാണ്, ഞങ്ങൾ സൂഹിക്കുന്നു തോന്നുന്നു? അങ്ങനെയല്ല, എനിക്ക് സത്യമായി കിഴക്കേക്കോട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. നമ്മളെ മുകൾ ഭാഗത്തല്ലേ, ഞാൻ ഇന്ന് ഫിനിഷയുടെ അടുത്ത് കരഞ്ഞ് പിടിച്ചാണ് ഇവിടെ വാങ്ങിയത്. പക്ഷെ എന്നാലും ഇവിടെ അത്ര സുഖമല്ല, കാരണം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരക്കെന്ന് വെച്ചാൽ വലിയ രീതിയിൽ തിരക്ക്. രാവിലെ നമ്മൾ വന്ന പാടൊക്കെ അറിയാലോ. അപ്പോൾ ആ ഒരു തിരക്ക് പക്ഷെ ബാക്കിയുള്ള ചൂടൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, കാരണം ഈ ഉച്ചയോട് അടുക്കുകയല്ലേ. എന്നാലും കിഴക്കേക്കോട്ടയിൽ പത്മനാഭന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ആറ്റുകാൽ നടയിൽ നിൽക്കുമ്പോൾ ആ ഒരു പ്രത്യേകത എന്താണ്? എവിടെ നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടി നമുക്കൊരു വൈബ് കിട്ടുന്നത്? ന്യൂ ജനറേഷൻ വൈബ് പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. പക്ഷെ അതിലുപരി ആറ്റുകാലമ്മയുടെ മുന്നിൽ നിന്ന് നമുക്കത് നമ്മുടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അതാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ലൈവ് ചെയ്യുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും മറ്റൊന്നും പ്രധാനപ്പെട്ടതല്ല എന്നല്ല, പക്ഷേ അമ്മയുടെ മുന്നിൽ നിന്നും അമ്മയെ പറ്റി പറയുന്നതും അല്ലെങ്കിൽ അമ്മയുടെ സൗകര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എല്ലാവരും അറിയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഈ തിരക്കിനിടയിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അത് എല്ലാവരിലേക്കും എത്തിക്കും. കാരണം ഒരുപാട് ആൾക്കാർക്ക് ആറ്റുകാൽ ക്ഷേത്ര നടയിലേക്ക് വരാൻ സാധിക്കാത്തവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നത്. അവരൊക്കെ നമ്മളിലൂടെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അവർക്ക് ഒന്നും മുടങ്ങാതെ എല്ലാം കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. ടീം ജനം പൂർണ്ണമായും സജ്ജമായി നിൽക്കുകയാണ്. പക്ഷേ ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ ശബരിമലയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിപ്പോർട്ടിങ്ങിന് വരുന്നത് സ്ത്രീ ഭക്തജനങ്ങളായിട്ടുള്ള ഞങ്ങൾ ഓരോ റിപ്പോർട്ടർമാരുമാണ്. പക്ഷേ ഞങ്ങളുടെയൊക്കെ പിന്നിൽ ഒരുപാട് പുരുഷന്മാരുടെ സാന്നിധ്യമുണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന, ഞങ്ങളെ ഇവിടെ എത്തിക്കാൻ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെയായി ജനം ടി വി അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ തത്സമയ വിശേഷങ്ങൾ. ഒരുപക്ഷെ ചൂട് അതികഠിനമായി പോവുകയാണ്. ഒരുപക്ഷെ എല്ലാ തവണയും നടത്തുന്നത് പോലെ തന്നെ ഹരിത പൊങ്കാൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ചില ഇൻഫർമേഷൻ കൂടിയാണ്. പരമാവധി ഈ ഹരിതചട്ടം പാലിക്കുക, പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുക, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ തിരികെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഒപ്പം തന്നെ പൊങ്കാല കഴിയുമ്പോൾ പൊങ്കാല പൂർണ്ണമായും നടന്ന സ്ഥലമാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ ഇവിടെ ക്ലീൻ ആക്കുന്ന നഗരസഭയിലെ പാവപ്പെട്ട ജീവനക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ രീതിയിലുള്ള പണി കൊടുക്കാതെ ഒരു ഹരിതചട്ടം പാലിച്ച് പൊങ്കാല നടത്തുക. ചൂടാണ്, വലിയ രീതിയിലുള്ള ചൂടുണ്ട്. അപ്പോൾ അഗ്നിശമന സേനയുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക, വസ്ത്രങ്ങളൊക്കെ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തി പൊങ്കാല പരമാവധി ഇടുക. കൂടാതെ വെള്ളം അധികം കുടിക്കുക, നിർജ്ജലീകരണമൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുക. ഭക്ഷണമൊക്കെ സന്നദ്ധ സേവാ പ്രവർത്തകർ, സേവാഭാരതി പോലെയുള്ള സന്നദ്ധ സംഘടനകൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഭക്ഷണം നിങ്ങളുടെ അരികിലേക്ക് എത്തും. അതൊക്കെ കഴിച്ച് സന്തോഷമായി ആത്മസമർപ്പണം നടത്തി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുക. എന്തായാലും വീണ, രോഹിണി, പൂർണ്ണമായും ആറ്റുകാൽ ക്ഷേത്രനട ഭക്തിസാന്ദ്രമാണ്. ടീം ജനവും തയ്യാറാണ്, സജ്ജമാണ്. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിനുകളിൽ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങളും മറ്റ് മേഖലകളിൽ നിന്ന്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും തമ്പാനൂരിൽ നിന്നും ഇപ്പോഴും തമ്പാനൂരിലേക്കൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്ന് 200-ലധികം വരുന്ന പ്രത്യേകമായിട്ടുള്ള കൗണ്ടറുകൾ, ഹെൽപ്പ് ഡെസ്കുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ പ്രത്യേക സുരക്ഷ, 700ഓളം KSRTC വാഹനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു രീതിയിലുള്ള യാത്രാ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ ഒപ്പം തന്നെ 24ഓളം വരുന്ന സ്പെഷ്യൽ ട്രെയിനുകൾ തിരുവനന്തപുരം നോർത്തിലും സൗത്തിലും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെയായി പ്രത്യേക സ്റ്റോപ്പേജുകളൊക്കെ അനുവദിച്ച് എല്ലാവർക്കും സുഗമമായി പൊങ്കാല അർപ്പിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളുമായി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും അങ്ങനെ ട്രസ്റ്റ് ഭാരവാഹികളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ മുൻ വർഷത്തെക്കാളും റെക്കോർഡ് നേട്ടം ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകും എന്നുള്ളത്. ഒപ്പം തന്നെയാണ് ടീം ജനവും തയ്യാറാണ്. നമുക്കിപ്പോൾ മറ്റ് വിശേഷങ്ങൾ കൂടി കേട്ടതിനും കണ്ടതിനും ശേഷം വീണ്ടും ക്ഷേത്ര നടയിലേക്ക് എത്താൻ. അതെ, അങ്ങനെ ശാലിനിയും ടിൻറ്റുവും രശ്മിയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. വേദ വളരെ മനോഹരമായി ഒരു ഘട്ടത്തിൽ ആവേശം കൂടി മഹാകുംഭമേളയോട് വരെ ശബരിമല ഇവിടുത്തെ ഈ ആറ്റുകാൽ പരിസരത്തെ വിശേഷിപ്പിക്കാൻ. പക്ഷെ അത് ഒരു അഭൂതപൂർവമായ കണക്കാണെന്നും പറയാനും കഴിയില്ല രോഹിണി. അതായത് ഇപ്പൊ മഹാകുംഭമേളയ്ക്ക് പോലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഭക്തർ വന്നു. പക്ഷേ റെക്കോർഡ് കടത്തിവെട്ടും റെക്കോർഡിൽ വന്ന അതാണ് 1997 ആദ്യമായി. മാത്രമല്ല, പക്ഷേ ഇത്തവണ നേരത്തെ ഇവരുടെ കണക്കുകൾ പ്രകാരം, ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വളരെ മുന്നേ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ എത്തിയവരുടെ കണക്കും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദിവസം മുമ്പേ തന്നെ ആളുകൾ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടും. വലിയ രീതിയിലുള്ള കണക്കുകൂട്ടലുകളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു ജനപ്രവാഹം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.